നമസ്കാരം. ചരിത്രത്തിന്റെ താളുകളിൽ ചാണക്യൻ അഥവാ കൗട്ടില്യൻ എന്ന പേര് കൊത്തിവെക്കപ്പെട്ടിരിക്കുന്നത് വെറുമൊരു രാഷ്ട്രീയ തന്ത്രജ്ഞനായിട്ടല്ല, മറിച്ച് ജീവിതത്തിന്റെ ഓരോ സ്പന്ദനത്തെയും സൂക്ഷ്മമായി നിരീക്ഷിച്ച ഒരു മഹാപണ്ഡിതൻ എന്ന നിലയിലാണ്. ഭാരതത്തിന്റെ ആത്മബലവും ബുദ്ധിശക്തിയും ലോകത്തിന് കാട്ടിക്കൊടുത്ത അദ്ദേഹം വിഭാവനം ചെയ്ത ഉത്തമ സ്ത്രീ എന്നത് കേവലം ബാഹ്യസൗന്ദര്യമുള്ളവളല്ല, മറിച്ച് ബുദ്ധിശക്തികൊണ്ടും സ്വഭാവമഹിമകൊണ്ടും ഒരു സാമ്രാജ്യത്തെപ്പോലും നയിക്കാൻ ശേഷിയുള്ളവളാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ക്ലാസി ആയ അഥവാ ഉന്നത നിലവാരമുള്ള ഒരു സ്ത്രീക്കുണ്ടായിരിക്കേണ്ട 9 സ്വഭാവങ്ങളെക്കുറിച്ചാണ്. ആധുനിക ലോകത്ത് പലപ്പോഴും സ്ത്രീത്വം എന്നത് കേവലം ദൃശ്യഭംഗിയിലോ വസ്ത്രധാരണത്തിലോ ഒതുങ്ങിപ്പോകുന്നു. എന്നാൽ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതീയ വിവേകം മുന്നോട്ടുവച്ച ഈ പാഠങ്ങൾ ഇന്നും പ്രസക്തമാണ്. ഒരു സ്ത്രീ തന്റെ അന്തസ്സും ആഭിജാത്യവും എങ്ങനെ കാത്തുസൂക്ഷിക്കണം? കൗട്ടില്യന്റെ ദർശനത്തിലൂടെ നമുക്ക് നോക്കാം. ഒന്നാമതായി, വിദ്യയും വിവേകവും. വിസ്ഡം ഓവർ ബ്യൂട്ടി. ബാഹ്യമായ അലങ്കാരങ്ങളേക്കാൾ അറിവിനു പ്രാധാന്യം നൽകുന്നവളാണ് ഉത്തമയായ സ്ത്രീ. കൗട്ടില്യന്റെ അഭിപ്രായത്തിൽ രൂപഭംഗിയുള്ള എന്നാൽ വിദ്യയില്ലാത്ത സ്ത്രീ മണമില്ലാത്ത പൂവ് പോലെയാണ്. ഒരു ഹൈ ക്വാളിറ്റി സ്ത്രീ എപ്പോഴും തന്റെ അറിവിനെ പുതുക്കിക്കൊണ്ടിരിക്കും. ലോകത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും അവൾക്ക് കൃത്യമായ ബോധ്യമുണ്ടാകും. അറിവുള്ളവൾ എവിടെയും ബഹുമാനിക്കപ്പെടുന്നു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. കേവലമായ അക്ഷരവിദ്യയല്ല, മറിച്ച് ജീവിതത്തിലെ ശരിതെറ്റുകളെ തിരിച്ചറിയാനുള്ള വിവേകമാണ് അവൾ ആർജിക്കുന്നത്. പുസ്തകങ്ങളിലെ അറിവിനൊപ്പം ലോകപരിചയവും അവൾ നേടുന്നു. തന്റെ ബുദ്ധിശക്തിയെ മറ്റുള്ളവരെ സഹായിക്കാനായി അവൾ ഉപയോഗിക്കുന്നു. വിദ്യയുടെ വെളിച്ചം അവളിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്നു. സൗന്ദര്യം വാടിപ്പോകുമെങ്കിലും അവൾ നേടിയ ജ്ഞാനം മരണം വരെ കൂടെയുണ്ടാകുമെന്ന് അവൾ തിരിച്ചറിയുന്നു. വിവരക്കേടുകൾ പറയുന്ന സുന്ദരിയേക്കാൾ ബഹുമാനിക്കപ്പെടുക വിവരമുള്ള സാധാരണക്കാരിയാണെന്ന് അവൾക്കറിയാം. ജ്ഞാനസമ്പാദനത്തിനായി അവൾ എപ്പോഴും സമയം കണ്ടെത്തുന്നു. 2. വാക്കുകളിലെ മിതത്വം. ഗ്രേസ്ഫുൾ സ്പീച്ച്. മിതഭാഷിണി എന്നത് ഒരു ഉത്തമ സ്ത്രീയുടെ പ്രധാന ലക്ഷണമാണ്. എവിടെ സംസാരിക്കണം, എപ്പോൾ നിശബ്ദത പാലിക്കണം എന്നവൾക്കറിയാം. മറ്റുള്ളവരെ പരിഹസിക്കാനോ തരം താഴ്ത്തി സംസാരിക്കാനോ അവൾ തുനിയില്ല. കൗട്ടില്യൻ പറയുന്നു, വാക്കുകൾ ഒരാളുടെ കുലമഹിമ വിളിച്ചോതുന്നു. അവളുടെ സംസാരത്തിൽ ആത്മവിശ്വാസവും വിനയവും ഒരുപോലെ നിഴലിക്കും. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെട്ട് തന്റെ ഊർജം അവൾ കളയുകയില്ല. ഓരോ വാക്കും മുത്തുപോലെ സൂക്ഷിച്ചു മാത്രമേ അവൾ ഉപയോഗിക്കൂ. കള്ളം പറയുകയോ മറ്റുള്ളവരുടെ സ്വകാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുന്നത് അവളുടെ രീതിയല്ല. സത്യവും മധുരവുമായ വാക്കുകൾ കൊണ്ട് അവൾ എല്ലാവരെയും വശീകരിക്കുന്നു. ഒരു വാക്കിന് ഒരാളെ ജീവിപ്പിക്കാനോ നശിപ്പിക്കാനോ കഴിയുമെന്ന് അവൾ വിശ്വസിക്കുന്നു. സദസ്സുകളിൽ ബഹുമാനത്തോടെ മാത്രം സംസാരിക്കുന്നവൾ സമൂഹത്തിന്റെ ആദരവ് നേടുന്നു. വാക്കുകളിലെ മിതത്വം അവളുടെ മനസ്സിന്റെ വ്യക്തതയാണ് കാണിക്കുന്നത്. വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അവൾ പാലിക്കുമെന്ന് ഉറപ്പുള്ളവ മാത്രം നൽകുന്നു. 3. ആത്മനിയന്ത്രണം അഥവാ സെൽഫ് കൺട്രോൾ ആൻഡ് ഡിസിപ്ലിൻ. സാഹചര്യങ്ങൾ എത്ര പ്രകോപനപരമായാലും വികാരങ്ങൾക്ക് അടിമപ്പെടാത്തവളാണ് ഉത്തമയായ സ്ത്രീ. കോപം, അസൂയ, അമിതമായ ആഗ്രഹം എന്നിവയെ നിയന്ത്രിക്കാൻ അവൾക്ക് സാധിക്കുന്നു. ഒരു ഹൈ ക്വാളിറ്റി സ്ത്രീ തന്റെ പ്രതികരണം ആലോചിച്ചു മാത്രം പ്രകടിപ്പിക്കുന്നു. ഈ ആത്മനിയന്ത്രണമാണ് അവളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. വികാരങ്ങളുടെ വേലിയേറ്റത്തിൽ തെറ്റായ തീരുമാനങ്ങൾ അവൾ എടുക്കില്ല. സ്വഭാവത്തിലെ അച്ചടക്കം അവളുടെ ജീവിതശൈലിയിൽ പ്രതിഫലിക്കുന്നു. കൃത്യനിഷ്ഠയും ചിട്ടയായ ദിനചര്യയും അവൾ പിന്തുടരുന്നു. താൽക്കാലിക സന്തോഷത്തേക്കാൾ ദീർഘകാല ലക്ഷ്യങ്ങൾക്കാണ് അവൾ പ്രാധാന്യം നൽകുന്നത്. അനാവശ്യ പ്രലോഭനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അവൾക്ക് പ്രത്യേക കരുത്തുണ്ട്. തന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നവൾക്ക് ലോകത്തെ ജയിക്കാമെന്ന കൗട്ടില്യതത്വം അവൾ പാലിക്കുന്നു. വെല്ലുവിളികൾ വരുമ്പോൾ പരിഭ്രമിക്കാതെ ശാന്തമായിരിക്കാൻ അവൾ ശീലിക്കുന്നു. മറ്റുള്ളവരുടെ മോശം പെരുമാറ്റം തന്റെ മനസ്സമാധാനം കളയാൻ അവൾ അനുവദിക്കില്ല. അവനവനോട് തന്നെയുള്ള സത്യസന്ധതയാണ് അവളുടെ ഏറ്റവും വലിയ അച്ചടക്കം. 4. ധർമ്മനിഷ്ഠ. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ശേഷി അവൾക്കുണ്ട്. ലാഭത്തിനു വേണ്ടിയോ താൽക്കാലിക നേട്ടത്തിനു വേണ്ടിയോ സ്വന്തം മൂല്യങ്ങളിൽ അവൾ വിട്ടുവീഴ്ച ചെയ്യില്ല. പുരാതന ഇന്ത്യയിലെ ഗാർഗിയെപ്പോലെയോ മൈത്രേയിയെപ്പോലെയോ സത്യത്തിനും അറിവിനും വേണ്ടി നിലകൊള്ളുന്നവളാണവൾ. അവളുടെ നിലപാടുകളിൽ എപ്പോഴും ഒരു സുതാര്യതയുണ്ടാകും.
ചതിയും വഞ്ചനയും അവളുടെ നിഘണ്ടുവിലില്ല. ഏതു പ്രതിസന്ധിയിലും ധർമ്മത്തിന്റെ പാത വിടില്ലെന്ന് അവൾ ഉറച്ചു വിശ്വസിക്കുന്നു. സ്വന്തം മനസ്സാക്ഷിയോട് നീതി പുലർത്തുന്നവളാണ് ഉത്തമയായ സ്ത്രീ. ആരും കാണുന്നില്ലെങ്കിലും ശരിയായ കാര്യം ചെയ്യാൻ അവൾ മടിക്കില്ല. മറ്റുള്ളവർ തെറ്റായ വഴിയിലൂടെ പോകുമ്പോഴും തന്റെ മൂല്യങ്ങളിൽ അവൾ ഉറച്ചു നിൽക്കുന്നു. അവളുടെ വ്യക്തിത്വമെന്നത് അവളുടെ സ്വഭാവത്തിന്റെ ആകത്തുകയാണ്. സത്യം പറയുന്നതിലൂടെ വരുന്ന ഭവിഷ്യത്തുകളെ നേരിടാൻ അവൾക്ക് ഭയമില്ല. മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നവൾക്ക് സമൂഹത്തിലൊരു പ്രഭാവമുണ്ടാകും. നീതിക്ക് നിരക്കാത്ത കാര്യങ്ങളെ എതിർക്കാൻ അവൾ മുൻപന്തിയിലുണ്ടാകും. ധർമ്മം തന്നെ കാക്കുമെന്ന് അവൾ ഉറച്ചു വിശ്വസിക്കുന്നു. 5. സാമ്പത്തിക അച്ചടക്കം, ഫിനാൻഷ്യൽ ഇന്റലിജൻസ്. കൗടില്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു സ്ത്രീക്ക് സമ്പത്തു കൈകാര്യം ചെയ്യാനുള്ള കൃത്യമായ ധാരണയുണ്ടാകണം. അനാവശ്യ ധൂർത്തൊഴിവാക്കി കുടുംബത്തിന്റെയും സ്വന്തത്തിന്റെയും ഭാവി സുരക്ഷിതമാക്കാൻ അവൾക്ക് കഴിയുന്നു. ഇത് ലോഭമല്ല, മറിച്ച് വിവേകപൂർണമായ പ്ലാനിംഗ് ആണ്. വീടിന്റെ ലക്ഷ്മിയായി കണക്കാക്കപ്പെടുന്ന സ്ത്രീ സാമ്പത്തികമായി വിവേകമുള്ളവളായിരിക്കണം. വരവും ചിലവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ അവൾ നിലനിർത്തുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിലേക്ക് പണം കരുതിവയ്ക്കാൻ അവൾക്ക് പ്രത്യേക വൈഭവമുണ്ട്. അനാവശ്യ പ്രദർശനങ്ങൾക്കായി അവൾ പണം ചിലവാക്കില്ല. സമ്പാദ്യമെന്നത് സുരക്ഷിതത്വത്തിനാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. സ്വന്തമായി വരുമാനം കണ്ടെത്താനോ ഉള്ള വരുമാനം വർദ്ധിപ്പിക്കാനോ അവൾക്കറിവുണ്ടാകും. ഓരോ പൈസയും അർഹമായ കാര്യത്തിന് മാത്രമേ ചിലവാക്കാവൂ എന്ന് അവൾ വിശ്വസിക്കുന്നു. സ്വന്തം സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു സ്ത്രീക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. നിക്ഷേപങ്ങളെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും അവൾക്ക് അടിസ്ഥാനപരമായ അറിവുണ്ടാകും. സമ്പത്ത് ആപത്കാലത്ത് മിത്രമാണെന്ന് കൗടില്യൻ പഠിപ്പിക്കുന്നത് അവൾ ഗൗരവമായി എടുക്കുന്നു. 6. ആത്മവിശ്വാസവും അന്തസ്സും. താൻ ആരാണെന്ന കൃത്യമായ ബോധം അവൾക്കുണ്ടാകും. മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി അവൾ കാത്തുനിൽക്കില്ല. സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുതന്നെ മറ്റുള്ളവർക്ക് ബഹുമാനം നൽകാൻ അവൾക്കറിയാം. ഒരു രാജകുമാരിയുടെ ഗാംഭീര്യവും ഒരു സന്യാസിനിയുടെ ലാളിത്യവും അവളിൽ ഒത്തുചേരുന്നു. തന്റെ പരിമിതികളെയും കഴിവുകളെയും അവൾ ഒരുപോലെ സ്നേഹിക്കുന്നു. മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ കേട്ട് അവൾ തളർന്നുപോകില്ല. അന്തസ്സ് എന്നത് വസ്ത്രത്തിന്റെ വിലയിലല്ല, പെരുമാറ്റത്തിലാണെന്നവൾ തെളിയിക്കുന്നു. തനിക്ക് അർഹമായ ബഹുമാനം ലഭിക്കാത്ത ഇടങ്ങളിൽ നിന്ന് വിനയത്തോടെ മാറി നിൽക്കാൻ അവൾക്കറിയാം. സ്വന്തം അഭിപ്രായങ്ങൾ ഭയമില്ലാതെ തുറന്നു പറയാൻ അവൾക്ക് മടിയില്ല. എളിമയെന്നത് ബലഹീനതയല്ല, മറിച്ച് വലിയൊരു ഗുണമാണെന്നവൾ മനസ്സിലാക്കുന്നു. ആരുടെയും കീഴിലല്ലാതെ സ്വയം പര്യാപ്തതയോടെ നിൽക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ കണ്ണിലല്ല, സ്വന്തം കണ്ണിൽ താൻ ശരിയാണോ എന്നാണ് അവൾ നോക്കുന്നത്. അന്തസ്സുള്ള പെരുമാറ്റം മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പ്രേരിപ്പിക്കുന്നു. 7. സഹാനുഭൂതിയും കരുണയും. അധികാരവും അറിവും ഉണ്ടാകുമ്പോഴും ഹൃദയത്തിൽ കരുണ സൂക്ഷിക്കുന്നവളാണ് ഉത്തമയായ സ്ത്രീ. തന്നെക്കാൾ താഴ്ന്നവരോടവൾ പെരുമാറുന്ന രീതിയാണ് അവളുടെ യഥാർത്ഥ ക്ലാസ് വെളിവാക്കുന്നത്. സഹജീവികളോടുള്ള സ്നേഹവും കരുതലും അവളുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്നു. മറ്റൊരാളുടെ വേദന സ്വന്തം വേദനയായി കാണാൻ അവൾക്ക് കഴിയുന്നു. സേവന മനോഭാവം അവളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. മൃഗങ്ങളോടും പ്രകൃതിയോടും അവൾക്ക് കാരുണ്യമുണ്ടാകും. ആവശ്യക്കാരെ സഹായിക്കാൻ അവൾ സമയം കണ്ടെത്തുന്നു. സ്നേഹപൂർണമായൊരു വാക്കുകൊണ്ട് മറ്റൊരാളെ ആശ്വസിപ്പിക്കാൻ അവൾക്ക് കഴിയും. ക്രൂരതയും അഹങ്കാരവും അവളുടെ സ്വഭാവത്തിലുണ്ടാകില്ല. കരുണയുള്ളവൾക്ക് ദൈവത്തിന്റെ കടാക്ഷമുണ്ടാകുമെന്ന് ഭാരതീയ പുരാണങ്ങൾ പറയുന്നു. മറ്റുള്ളവരെ വിധിക്കുന്നതിനു മുൻപ് അവൾ അവരുടെ സാഹചര്യം ചിന്തിക്കുന്നു. ഹൃദയത്തിലെ നന്മയാണ് മുഖത്തെ പ്രകാശമായി മാറുന്നത് എന്നവൾക്കറിയാം. അവളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സമാധാനവും ആശ്വാസവും നൽകുന്നു. 8. കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വിളക്ക്. തന്റെ വളർച്ചയോടൊപ്പം തന്നെ ചുറ്റുമുള്ളവരെയും വളർത്താൻ അവൾ ശ്രമിക്കുന്നു. ഒരു വീടിന്റെ ഐശ്വര്യം ആ സ്ത്രീയുടെ പെരുമാറ്റത്തിലാണെന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു. അത് അടിമത്തമല്ല, മറിച്ച് സ്വാധീനശക്തിയാണ്. അവൾ ചുവടുവെച്ചുന്നിടത്ത് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. ബന്ധങ്ങൾ ഊഷ്മളമായി നിലനിർത്താൻ അവൾ ശ്രദ്ധിക്കുന്നു. കുട്ടികൾക്ക് നല്ല മൂല്യങ്ങൾ പകർന്നു നൽകുന്നതിൽ അവൾ നിർണായക പങ്ക് വഹിക്കുന്നു. വീടിനുള്ളിലൊരു ഭരണാധികാരിയെപ്പോലെയും പുറത്ത് ഒരു ഉത്തമ പൗരയെപ്പോലെയും അവൾ പ്രവർത്തിക്കുന്നു. സമൂഹത്തിന്റെ പുരോഗതിയിൽ സ്ത്രീകൾക്കുള്ള പങ്ക് അവൾ തിരിച്ചറിയുന്നു. വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിടത്ത് അത് സ്നേഹത്തോടെ ചെയ്യുന്നു. എല്ലാവരെയും ഒരുമിച്ചു കൊണ്ടുപോകാനുള്ള വൈഭവം അവൾക്കുണ്ട്. സ്നേഹത്തിലൂടെയും കരുതലിലൂടെയും അവൾ എല്ലാവരുടെയും ഹൃദയം കീഴടക്കുന്നു. വീടിനെ ഒരു സ്വർഗമാക്കി മാറ്റുന്നത് അവളുടെ കൈകളിലാണെന്നവൾക്കറിയാം. അവളുടെ പിന്തുണ മറ്റുള്ളവർക്ക് വലിയൊരു കരുത്തായി മാറുന്നു. അവസാനമായി, പ്രതിസന്ധികളിലെ ധൈര്യം.
ജീവിതം എപ്പോഴും ഒരുപോലെയല്ല. കഷ്ടപ്പാടുകൾ വരുമ്പോൾ തളർന്നുപോകാതെ ഒരു പടത്തലവനെപ്പോലെ അതിനെ നേരിടാൻ അവൾക്ക് കരുത്തുണ്ട്. പുരാതന കാലത്തെ വീരപുത്രികളെപ്പോലെ ബുദ്ധിപരമായ തന്ത്രങ്ങളിലൂടെയും മനക്കരുത്തിലൂടെയും അവൾ പ്രതിസന്ധികളെ മറികടക്കുന്നു. ഭയം അവളെ തളർത്തില്ല, മറിച്ച് കൂടുതൽ ജാഗ്രതയുള്ളവളാക്കും. തോൽവികളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് അവൾ കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്നു. എത്ര വലിയ കൊടുങ്കാട്ടിലും അടങ്ങാത്ത ആത്മവിശ്വാസം അവൾക്കുണ്ടാകും. കണ്ണുനീർ തൂക്കിയിരിക്കാതെ പോംവഴികൾ തേടുന്നവളാണ് ഉത്തമയായ സ്ത്രീ. അവളുടെ മനക്കരുത്ത് കണ്ട് പ്രതിസന്ധികൾ പോലും വഴിമാറുന്നു. ക്ഷമയോടെ കാത്തിരിക്കേണ്ടപ്പോൾ കാത്തിരിക്കാനും പോരാടേണ്ടപ്പോൾ പോരാടാനും അവൾക്കറിയാം. പരാജയത്തെ അവൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കാണുന്നു. സഹനശക്തിയാണ് അവളുടെ ഏറ്റവും വലിയ ആയുധം. കഠിന സാഹചര്യങ്ങൾ അവളെ കൂടുതൽ തെളിച്ചമുള്ളതാക്കുന്നു. ഒരു പുരുഷന് തളരാം, പക്ഷേ ഉത്തമയായ സ്ത്രീ തളരില്ല എന്ന കൗടില്യൻ വചനം അവൾ അന്വർത്ഥമാക്കുന്നു. സ്ത്രീ എന്നത് വെറുമൊരു വാക്കല്ല, അതൊരു ശക്തിയാണ്, ഒരു പ്രപഞ്ചമാണ്. ചാണക്യന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു സ്ത്രീ നന്നായാൽ ഒരു കുടുംബമല്ല, മറിച്ച് ഒരു തലമുറയാണ് ഉദ്ധരിക്കപ്പെടുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 9 ഗുണങ്ങൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമുള്ളതല്ല. ഇത് നിങ്ങളെ ഒരു ഹൈ ക്വാളിറ്റി വ്യക്തിത്വമായി മാറ്റുന്നതിനുള്ള നിത്യഹരിതമായ വഴികാട്ടികളാണ്. ഈ ഗുണങ്ങൾ ഒരാളിൽ ഒത്തുചേരുമ്പോൾ അവൾ ലൗകികമായ നേട്ടങ്ങൾക്കപ്പുറം ആത്മീയമായ ഉന്നതിയും അന്തസ്സും പ്രാപിക്കുന്നു. ഓർക്കുക, ക്ലാസ് എന്നത് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിലോ ഉപയോഗിക്കുന്ന ലേബലുകളിലോ അല്ല, മറിച്ച് നിങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലുമാണ്. അതുള്ളിൽ നിന്ന് വരേണ്ട പ്രകാശമാണ്. കൗടില്യൻ വിഭാവനം ചെയ്ത ആ ഉത്തമ സ്വഭാവങ്ങൾ ജീവിതത്തിൽ പകരാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളൊരു സ്ത്രീ എന്നതിനുപരി ഒരു ലോകത്തിന് തന്നെ പ്രചോദനമായി മാറും. സ്വന്തം മൂല്യം തിരിച്ചറിഞ്ഞ് ലോകത്തിന് വെളിച്ചമായി മാറാൻ ഓരോ സ്ത്രീക്കും കഴിയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് അറിവും ഊർജവും നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ചാണക്യനീതിയെക്കുറിച്ചും ഭാരതീയ വിവേകത്തെക്കുറിച്ചും ഇത്തരം ആഴമുള്ള ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് വലിയൊരു പ്രചോദനമാണ്. ഈ 9 ഗുണങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു മികച്ച വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.